ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, സുഖമാണോ? ഇന്ന് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. അൽഫോൺസാന്റെ പേരുള്ള പ്രത്യേകിച്ച് പിന്നെ ചിലപ്പോൾ സിസ്റ്റർമാർക്ക് കുറേ അധികം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വീട്ടുകാരാണെങ്കിലും അല്ലെ, കുഞ്ഞുങ്ങൾക്കൊക്കെ അൽഫോൺസ പലതരത്തിലുണ്ട്. ശരിക്കും പുരുഷന്മാർക്ക് പോലും അങ്ങനത്തെ പേരിടാറുണ്ട്, ഇങ്ങനെ ഒരു പ്രത്യേക രീതി, അൽഫോൺസ് എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എല്ലാ നാമധാരക്കും പ്രത്യേക ഫീസിന്റെ മംഗളങ്ങൾ കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ സഹനത്തിലൊക്കെ പിടിച്ചെങ്കിൽ ഒരുപാട് കൃപ കർത്താവ് തരും കേട്ടോ. ആദ്യത്തെ ഒരുപാട് രോഗസൗഖ്യങ്ങളൊക്കെ സംഭവിക്കും. വലിയൊരു കൃപയിൽ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ, അല്ലേ ലൂയ്യ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു. ഇന്നലെ രാത്രി ഞാൻ നോക്കിയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസം ജോവാക്യം അന്നാട് വീശായിരുന്നല്ലോ. അച്ഛൻ അന്നയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇല്ലല്ലോ. ഞാൻ ചിലപ്പോൾ ഇത് ഓർക്കില്ല, നമ്മുടെ ബ്രദേഴ്സാണ് ഇതെല്ലാം ഓർമ്മിപ്പിച്ച് തരുന്നതേ. അപ്പൊ അതുകൊണ്ട് ഇനി വിട്ടുപോയ വിഷമിക്കുന്ന അന്നാമാർക്കും ചില താമസം എടുത്തെങ്കിലും അല്ലെ. ഒരു ഫീസ്റ്റുകളാണല്ലോ ദിവസങ്ങളിലെല്ലാം. യാക്കോബ് സ്ലീഹ, അതേപോലെ തന്നെ അൽഫോൺസ, യോവാക്യം അന്ന, പലതരത്തിലുള്ള ഒരു തിരുനാളുകളുടെ ദിവസങ്ങളാണ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളില്ല. ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ പുറത്തും സമാധാനത്തിൽ എടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? ഇന്ന് അൽഫോൺസാമയെ കുറിച്ചൊരു കഥ എന്ന് പറഞ്ഞാൽ അത് ജീവചരിത്രം മമ്മിയോട് ചോദിച്ചാൽ മതി. മമ്മി അത് പറഞ്ഞു തരും കേട്ടോ. മമ്മിയോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞുതരാൻ പറ കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മമ്മിയോട് ചോദിക്കാം. അങ്ങനെ ഒന്ന് വായിച്ച് പഠിക്കും മമ്മിമാര് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട്. പ്രൈസലോ. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു നന്മനും ചൊല്ലിയും ഈ ദിവസത്തിലെ ഒരുപാട് രോഗികളെ പ്രാർത്ഥിക്കാൻ വെച്ചിട്ടുണ്ട്. വിറ്റിലേക്കോ, അതേപോലെ തന്നെ എപ്പിലെപ്സി, ഡിമെൻഷ്യ, രക്തവാദം, ആമവാദം, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർ ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഇതിനകത്ത് പേരുകൾ എടുത്ത് പറഞ്ഞാൽ ചിലർ പർട്ടിക്കുലർ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തുള്ള രോഗികൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതായിരിക്കും. അൽഫോൺസാമ്മയുടെ പ്രത്യേകം മധ്യസ്ഥയെ പ്രാർത്ഥിക്കുക. ഒരു നന്മനും ചൊല്ലി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനൊരു അപേക്ഷ പറയണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ 34:22 വാക്യം. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വീകാര്യമല്ലാത്ത കാഴ്ചകൾ. ഞാൻ കഴിഞ്ഞ ദിവസം സാധാരണഗതിയിൽ ഓരോ പുസ്തകത്തിന് മാറി മാറിയ വചനങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2-3 അടുപ്പിച്ച് പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ അധ്യായമൊക്കെ നേരത്തെ മുഴുവൻ വായിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെയുള്ള ചില നല്ല മനുഷ്യരുണ്ട്, എല്ലാവരും അല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില വചനങ്ങൾ അടുപ്പിച്ച് പറയുന്നത് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതായത് ചില കാഴ്ചകളൊക്കെ ചില സ്ഥലത്ത് സ്വീകാര്യമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് പറഞ്ഞതുപോലെ അപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് നമ്മള് ഒരു എന്താ പറയണത്, ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി വിടുമ്പോൾ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പല 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 കൾച്ചറുകളുണ്ട്, പല രീതികളുണ്ട്. ഓരോ സമുദായത്തിന് അതിന്റെ രീതികളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പല കാഴ്ചകൾ കൊണ്ടുവരുമ്പോൾ പ്രിയമുള്ള സഹോദരൻ, നമുക്കറിയാം ദൈവശോര സ്ഥലം എന്തൊക്കെയാണ് കാഴ്ചയായിട്ട് ഒരു പൂവ് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നവരുണ്ട്, പല രീതിയിൽ പലതരത്തിൽ നേർച്ചയായിട്ട് സമർപ്പിക്കുന്നവരുണ്ട്. ഒരു ഭൗതിക തലത്തിലാണെങ്കിൽ ആത്മീയമായ നല്ലൊരു ഉൾക്കാഴ്ചയുള്ള വചനമാണ്: നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. അതാണ് വചനം. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. നിങ്ങൾ അതിന് മുകളിൽ കിടക്കുന്നത് എന്നറിയാം, അന്യായ സമ്പത്തിൽ നിന്നുള്ള കാഴ്ച സ്വീകാര്യമല്ല. ദൈവഭക്തി ഇല്ലാത്തതിന്റെ ബലി സ്വീകാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാഴ്ചകള്, നമ്മുടെ കാഴ്ച സമർപ്പണങ്ങള് ഇതെല്ലാം സ്വീകാര്യമായിട്ട് തീരണമെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആബേലിന്റെ കായന്റെ ബലിയിൽ നിങ്ങൾക്കറിയാം അല്ലെ, കായന്റെ കാഴ്ചകൾ സ്വീകരിക്കുന്നില്ല. കാരണം പ്രശ്നം കായലിലുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്താ? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്നുള്ളൊരു നിയമം നിൽക്കുകയാണല്ലോ. ഓക്കെ, പുതിയ നിയമത്തിലാണ് ഈശോ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞെങ്കിൽ പോലും പഴയ നിയമത്തിൽ വേറെ ലെവലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിയമം നിഷേധിക്കുന്നവൻ കാഴ്ച സമർപ്പിക്കുമ്പോൾ സ്വീകാര്യമല്ല. അപ്പൊ നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. അന്യായ സമ്പത്ത് തട്ടിയെടുത്തിട്ട് എത്ര ബലി അർപ്പിച്ചു, എന്ത് കാര്യം? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ സ്വീകാര്യമായ കാഴ്ചകൾ സമർപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ അപ്പനോടും അമ്മയോടും വർഷങ്ങളായിട്ട് മിണ്ടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തി കാഴ്ചകൾ എങ്ങനെ സ്വീകാര്യമാവും? ശരിയല്ലേ? എന്ത് ചോദിക്കും? സോ വി ഹാവ് ടു റിപ്പന്റ്. നമ്മൾ നന്നായിട്ട് അനുഭവിക്കണം. അൽഫോൺസാമ്മയുടെ മധ്യസ്ഥൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചേ, യോവാക്യ അന്നായുടെയൊക്കെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചേ, യാക്കോബിലെ എല്ലാം പ്രത്യേകം ഇടപെടും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. വിഷയങ്ങൾ പറയുമ്പോൾ സീരിയസ് ആയിട്ട് പറയണമല്ലോ, ചിരിയൊക്കെ പോകും.
കുഞ്ഞുങ്ങളെ ഈ ടോക്കിന് സമയത്ത് പിള്ളേർ വിട്ടു, എന്നിട്ട് രണ്ടാമത് വിളിക്കുമ്പോൾ വരുള്ളൂ, അതുകൊണ്ട് രണ്ടാമത് വിളിക്കുന്നത് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. കുഞ്ഞുങ്ങൾക്ക് സ്തുതിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾ കൈ ഉയർത്തി പിടിച്ച് സ്തുതിച്ചു കേട്ടോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്ന സകല കർത്താവ് എല്ലാ തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം, വലിയൊരു കൃപ അൽഫോൺസാമ്മയുടെ മധ്യസ്ഥതയിൽ ഇവർക്കുണ്ടാകട്ടെ. അൽഫോൺസ എന്ന പേരുള്ള ഓരോരുത്തരുടെ മേലും പ്രത്യേകം ഒരു ഗിഫ്റ്റ് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കാരണം അൽഫോൺസായുടെ പ്രത്യേക മധ്യസ്ഥവും ഭക്തിയും കർത്താവ് എല്ലാവരിലും വളരെ ഇട്ടവരായിട്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. ഈ വചനം വെച്ച് ആത്മശോധന പ്രത്യേക കൃപ നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ. നിങ്ങളെ ചെല്ലം ചെയ്യുന്ന ദുഷ്ടാര്യങ്ങളെയും പൈശാചക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈശോയുടെ നാമം നിങ്ങളെ കാത്തുകൊള്ളട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് വിവിധങ്ങളായ രോഗപീഠകളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രത്യേകമായ ചില രോഗപീഠകളെ ക്ലേശിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി വിശുദ്ധ അൽഫോൺസാമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വെച്ച് എത്രയോ അത്ഭുതങ്ങള്, രോഗശാന്തികള് അൽഫോൺസാമ്മയുടെ കബറെടുത്തങ്ങ് പ്രാർത്ഥിച്ച് സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം മഹത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൺസാമ്മ പ്രത്യേകം ഈ രോഗികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ എളിയദാസൻ ആശീർവദിക്കുമ്പോൾ അൽഫോൺസാമ്മയുടെ മധ്യസ്ഥ സ്വർഗം സ്വീകരിക്കുവാൻ ദയയും കരുണയും ഉണ്ടാകണേ. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിവിധ വാദരോഗങ്ങൾ യേശു നാമത്തിൽ ബന്ധി വിട്ടുകൊണ്ടാണ് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ഡിമെൻഷ്യ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എപ്പിലെപ്സി രോഗികൾ യേശുവിന്റെ നാമത്തിൽ, അവസ്മാര രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ശരീരത്തിൽ പാണ്ട് അങ്ങനത്തെ തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുള്ളവരെ യേശു നാമത്തിൽ അലർജി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകട്ടെ. കർത്താവിന്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്. കർത്താവിന്റെ വചനം വായിക്കുന്നു, അവിടുന്ന് വചനം വായിച്ച് സൗഖ്യപ്പെടുത്തിയ വചനത്തെ സൗഖ്യം പ്രാപിക്കട്ടെ. മരുന്നോ ലേപനാവശ്യതങ്ങളെ വചനമാണ് സുഖപ്പെടുന്ന വചനം വായിക്കും സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തം സുഖപ്പെടുന്നു, ഈശോയുടെ രക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. നിങ്ങളെ നിങ്ങൾക്കുള്ള എല്ലാത്തിനും ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.